ഹായ് എവരിവൺ. നമ്മൾ ആദ്യമായിട്ടൊരു വ്ളോഗ് ചെയ്യുന്നത്. ആ വ്ളോഗ് ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാല് ഒരു കാര്യം പറയാൻ വേണ്ടിട്ട്. എന്ത് കാര്യം എന്നല്ലേ, നമ്മളെ ഏറെ വിഷമിപ്പിച്ച ഒരു കാര്യമാണ്. നമ്മളെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സമയത്ത്, ഇന്റർകാസ്റ്റ് മാരേജ് അല്ലേ നമ്മള്. അപ്പോൾ രജിസ്റ്റർ മാരേജ് ചെയ്യുന്ന സമയത്ത് നമ്മള് എവിടെ പോയത്? രജിസ്റ്റർ ഓഫീസിൽ പോയി. രജിസ്റ്റർ ഓഫീസിൽ ഫോം കാര്യങ്ങളെല്ലാം എടുത്തു പോയപ്പോൾ അവർ പറഞ്ഞ് ഗസറ്റഡ് ഓഫീസറെ അറ്റസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അറ്റസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളെ സ്കൂളുണ്ട്, വെള്ളിക്കൂത്ത് സ്കൂളിൽ നമ്മൾ അറ്റസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫോം എടുത്തിട്ട് പോയി. അപ്പം അവിടുത്തെ പ്രിൻസിപ്പാളെ പറഞ്ഞ് സാറില ടീച്ചർ എന്നൊരു ടീച്ചറാണ്, പുതിയൊരു ടീച്ചറാ, പ്രിൻസിപ്പാളാണ്, ഹെഡ് മാഷാണ്. നമ്മൾ പറഞ്ഞ് എന്റെ നാട്ടിൽ അറിയും എന്നുള്ളൊരു തെളിവ് വേണമെന്ന് പറഞ്ഞു. അത് മെമ്പറെ സാക്ഷ്യപത്രം വാർഡ് മെമ്പർ ലെറ്റർ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കിയാൽ കൊണ്ടുവരാൻ പറഞ്ഞു. വേണമെങ്കിൽ അവരെ അങ്ങനെ ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ടുവരാം, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെന്ന് പറഞ്ഞു. കൂട്ടിക്കൊണ്ടുവരാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ലെറ്റർ ആക്കിയിട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, ലെറ്റർ കൊണ്ടുവന്നത് പറഞ്ഞു. അങ്ങനെ നമ്മളെ വാർഡ് ബാലകൃഷ്ണേട്ടന്റെ ലെറ്റർ ആയിട്ട് നമ്മൾ സ്കൂളിലേക്ക് പോയി. ബാലകൃഷ്ണേട്ടൻ അപ്പം നമുക്ക് അറ്റസ്റ്റും ചെയ്ത് തന്ന് ലെറ്റർ എഴുത്തുന്നു, എന്നെ അറിയുന്നു പറഞ്ഞുള്ള ലെറ്റർ എഴുത്തുന്നു. ഇപ്പോഴും നമ്മളെ കയ്യിലുണ്ട് അത്. എന്നിട്ട് നമ്മള് അതെടുത്തിട്ട് വെള്ളിക്കോത്ത് സ്കൂളിലേക്ക് പോയി. വെള്ളിക്കോത്ത് സ്കൂളില് ഹെഡ് മാസ്റ്ററെ കണ്ട്, ഹെഡ് മാസ്റ്ററോട് കാണിച്ചു. ഹെഡ് മാസ്റ്റർ പറഞ്ഞു, ഇത് നമുക്ക് ചെയ്തു തരാൻ പറ്റൂല, നമുക്ക് അറ്റസ്റ്റ് ചെയ്യിക്കാൻ പറ്റൂല. നമുക്ക് ആദ്യം നമ്മുടെ ഫോട്ടോ നോക്കി, പിന്നെ ഫോട്ടോ നോക്കി നമ്മുടെ പേര് നോക്കി, രണ്ടാളുടെയും പേര് നോക്കി അതിന്റെ അടിയിൽ കാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. എന്താല്ലേ, നമ്മളെ സ്കൂളിൽ പണ്ട് ഞാൻ പഠിച്ച സ്കൂളാണ് ഇത്, മഹാകവി പീസ് മാരിക ഗവൺമെന്റ് സ്കൂളാണ്. എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞു, ഇത് വേറെ കാസ്റ്റ് അല്ലേ, അതുകൊണ്ട് ഒപ്പിട്ട് തരാൻ പറ്റൂല, നിങ്ങൾ എങ്ങനെ ജീവിക്കും, വേറെ കാസ്റ്റ് ആയിട്ട് എങ്ങനെ ജീവിക്കും എന്നെല്ലാം പറഞ്ഞു. വേറെ ആളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോ, ഞാൻ ചെയ്ത് കൊടുക്കൂല, വേറെ ആളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചോ, ഞാൻ ചെയ്യിപ്പിച്ച് തരൂല എന്ന് പറഞ്ഞു. ശരിക്കും നമ്മളെ അവകാശമാണത്. ശരിക്കും അവർക്കത് പറയാനുള്ള റൈറ്റ്സ് ഇല്ല. കാരണം ഗസറ്റഡ് ഓഫീസറിന് അറ്റസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ലോ. അവര് ബാധ്യസ്ഥനാണത് ശരിക്കും എന്ന് വെച്ചാല്. റൂള് പ്രകാരം അവര് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തരണം. അവരത് തന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് ഭയങ്കര സങ്കടമായി. നമ്മള് ഒരു മതത്തിന്റെ പേരില് നമ്മളൊരു ജീവിതം തകർക്കുന്ന പോലെ നമുക്ക് അത്യാവശ്യമായിരുന്നത്. നമ്മള് എന്നിട്ട് എന്താക്കി നമ്മള് രണ്ടാമത് വേറെ ഗസറ്റഡ് ഓഫീസർ എടുത്തിട്ട് അവര് വേഗം ഒപ്പിട്ട് വന്നു. അവര് നമ്മളെ പേരൊന്നും നോക്കിയിട്ടില്ല, ജാതി ഒന്നും നോക്കി. ഇവർക്ക് ജാതി മതം എല്ലായിടത്തും ഒരു പ്രശ്നമാണ്, ജാതി മതം. പക്ഷെ ഇത് നമ്മളെ ഏറെ ഇറിറ്റേഷൻ ചെയ്ത ഒരു സംഭവമാണ് വെള്ളിക്കോത്ത് സ്കൂള്. അപ്പൊ വെള്ളിക്കോത്ത് സ്കൂളിലെ ഹെഡ് മാഷിന്റെ സ്വഭാവം, പെരുമാറ്റം ഭയങ്കര മോശപ്പെട്ട പെരുമാറ്റമാണ്. നമ്മളെന്തോ വലിയ തെറ്റിലേക്ക് പോയത് പോലെയാണ്. ഞങ്ങള് ചോദിച്ചു, പിള്ളേരെ നിങ്ങൾ മതമാണോ പഠിപ്പിക്കുന്നത്? അപ്പൊ അവർക്കൊരു പുച്ഛം. അപ്പം പറഞ്ഞു മതം പഠിപ്പിക്കുന്നു, എല്ലാം പഠിപ്പിക്കുന്നു. വെള്ളിക്കോത്ത് സ്കൂളിൽ ഞാൻ പഠിച്ചതാണ്. ആ സ്കൂളിൽ പോകുന്ന സമയത്ത് മുമ്പ് മതിലിനൊരു ഇതുണ്ടായിരുന്നു, മാതാ പിതാ ഗുരു ദൈവം, അങ്ങനെ ഉണ്ടായിരുന്നു. മാതാവ് പിതാവിനെ കാണിച്ചു കൊടുക്കും, ഗുരു ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന ഇതെല്ലാം ഇല്ലേ, അതങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചോദിച്ചു, ഇതാ നിങ്ങൾ ദൈവത്തെ എല്ലാം കാണിച്ചു തരുന്നത്, നിങ്ങളൊരു മതത്തെയാണ് കാണിച്ചു കൊടുക്കുന്നതെല്ലാം പറഞ്ഞു. ടീച്ചർക്ക് അത് ഹെഡ്മാസ്റ്ററിന് തീരെ പിടിച്ചിട്ടില്ല അങ്ങനെ പറഞ്ഞത്. അപ്പൊ നമ്മള് ഇന്റർകാസ്റ്റ് ചെയ്യുന്നവരോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ മതത്തിലുള്ളവരെ കല്യാണം കഴിക്കുക, അല്ലെങ്കിൽ ഇതുപോലത്തെ കുറെ പ്രശ്നങ്ങളുണ്ടാവും ജീവിതത്തിൽ. മുമ്പോട്ട് പോകുമ്പോൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചിലപ്പം തട്ടോട്ട് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ ഞാൻ കുരിശ് വേണ്ടി വരും. ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഹിന്ദു ആയിട്ട്, ക്രിസ്ത്യാനായിട്ട്, മുസ്ലിം ആയിട്ട്. ഇവള് ക്രിസ്ത്യാനിയാണ്, ഞാൻ മുസ്ലിമാണ്. ഞാൻ മുസ്ലിമാണെന്ന് വെച്ചിട്ട് അവളെ മുസ്ലിം ആക്കിയിട്ടില്ല, അവള് ക്രിസ്ത്യാനിയാന്ന് വെച്ചിട്ട് ഞാൻ ക്രിസ്ത്യാനായിട്ടില്ല. നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തണം നമ്മള്. അവൾക്ക് നമുക്കല്ല, നാട്ടുകാരെ ബോധ്യപ്പെടുത്തണം. ഇവരെങ്ങനെ ജീവിക്കും? നമുക്ക് നമ്മളെക്കാളും വിഷമം അവർക്കാണ് ശരിക്കും. എന്തൊരു നാടാണ് നമ്മള്. വെള്ളിക്കോട് സ്കൂളിൽ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നു. ഞാന് മെറിനോട് പറഞ്ഞ് എന്തായിട്ട് ടീച്ചർ ഒപ്പിട്ട് തരും, സ്കൂളിൽ പോയി എന്തായിട്ട് ഒപ്പിട്ട് തരും, എന്തായിട്ട്
സ്കൂളിൽ എന്തായിട്ടും മതം പഠിപ്പിക്കൂലല്ലോ, എന്തായിട്ടും കുട്ടികൾക്കൊന്നും മതം പഠിപ്പിക്കൂല, അതുകൊണ്ടായിട്ട് എന്തായിട്ട് ഒപ്പിട്ടിരുന്ന് പറഞ്ഞു. പോയപ്പോഴാണ് ഈ സംഭവം ഇങ്ങനെ ആയത്. നല്ല വിഷമമായി. ആ ലെറ്റർ നമ്മളെ ഇതിലുണ്ട്, ഫയലിലുണ്ട് ലെറ്റർ, വേണമെങ്കിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് അത് ഫോട്ടോ അതിൽ കാണിച്ചു തരാം ലെറ്റർ. പക്ഷെ ഇങ്ങനെ ആവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മള് പറഞ്ഞു വന്നത് ഇന്റർകാസ്റ്റ് അല്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ നടന്നു വരുന്നത്. അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള, നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്ന് വെച്ചാല്, നിങ്ങൾ സൂക്ഷിച്ചിട്ട് മുമ്പോട്ട് പോവുക ജീവിതത്തിൽ. നമ്മളെ തളർത്താൻ വേണ്ടിയിട്ട്, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ പേരുണ്ടാവും. നമ്മളെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളെ നാട്ടുകാരുണ്ടാവും, നമ്മളെ വീട്ടുകാരുണ്ടാവും. നാട്ടുകാർ മെയിൻ ആയിട്ടുണ്ടാവും. നമ്മള് വീട്ടിലേക്ക് കുത്തിക്കൊടുക്കുന്ന ഏറ്റവും കൂടുതൽ നാട്ടുകാരായിരിക്കും. വീട്ടിലേക്ക് നമ്മൾ ചെറിയൊരു തെറ്റല്ല, മുമ്പത്തെ തെറ്റല്ല, അത് വലിയ എന്തെല്ലാം സംഭവമാക്കിയിട്ട് നമ്മളെ വീട്ടിലേക്ക് കുത്തിക്കൊടുക്കും ഇവര്, നാട്ടുകാർ. നമ്മളെ വീട്ടുകാരെ വിഷമിപ്പിക്കാൻ വേണ്ടിട്ട്. ഇതൊന്നും നമ്മളെ വീട്ടുകാരെ വിഷമിക്കണം, നമ്മളെ സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. എല്ലാ നാട്ടുകാരും പറയുന്നില്ല, കുറച്ചു പേരെ. എന്നാലും നാട്ടുകാരുണ്ട്. എനിക്കത് ഏറ്റവും കൂടുതൽ എന്റെ നാട്ടില് വെള്ളിക്കോത്ത് നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നം ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. എന്റെ നാട് നല്ല നാടാണ് വെള്ളിക്കോത്ത് നാട്. എന്റെ നാട്ടില് ഇങ്ങനെ മതത്തിന്റെ ഭ്രാന്തായിട്ട് എടുക്കുന്ന ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ഇതിൽ മറ്റു ജില്ലകളിലും ഉണ്ട് നമുക്ക് തോന്നുന്നു. പക്ഷെ എന്റെ നാട്ടില് ഇതുവരെ അങ്ങനത്തെ ഒരു പ്രശ്ന കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കുറെ കൊല്ലം എന്റെ നാട്ടില് എല്ലാവരും ഒത്തൊരുമേല്, അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും എല്ലാവരും ഒത്തൊരുമേല് നിൽക്കുന്ന ഒരു നാടാണ് എന്റെ വെള്ളിക്കോത്ത് നാട്. ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസിക്കുന്നത്, നമ്മൾ രണ്ടുപേരും. എന്റെ നാട്ടിൽ ഇങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, മതത്തിന്റെ ഭ്രാന്തൊന്നും ഇല്ലായിരിക്കും. മതം തലക്കോടിച്ചിട്ട് പോകുന്ന ഭ്രാന്ത് എന്റെ നാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവുമെന്ന് അറിയില്ല. അങ്ങോട്ട് ഇല്ലാതിരിക്കാണ്ട് പ്രാർത്ഥിക്കണം ദൈവത്തോട്, അത്രേ ഉള്ളൂ. അപ്പം ഇന്റർകാസ്റ്റ് മാരേജ് ചെയ്യുന്നവര് കുറെ കാര്യങ്ങൾ സൂക്ഷിച്ച് ചെയ്യണം. പിന്നെ വെച്ചാല് അറ്റസ്റ്റലും ചെയ്യിപ്പിക്കാനുണ്ട്. അത് കുറെ ആള് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാന്ന് മാരേജിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന്. അത് വേണമെങ്കിൽ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ നമ്മള് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ അത് ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു, മുസ്ലിം കല്യാണം കഴിച്ചാല് നിങ്ങളെ മതത്തിൽ തന്നെ ജീവിക്കണം. മതം മാറ്റാനോ ഒരാൾക്ക് വേണ്ടിയിട്ട് മതം മാറാനോ ഒന്നും തയ്യാറാവരുത്. അതെ, നിങ്ങൾ ഏത് മതത്തിലാണോ ആ മതം കൊണ്ടല്ല കല്യാണം കഴിച്ചത്, അപ്പൊ ആ മതത്തിൽ തന്നെ മാക്സിമം ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ സന്തോഷമായിട്ട് എല്ലാവരും ജീവിക്കാം, അങ്ങനെയുള്ളവര്. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. പിന്നെ നമ്മളെ ബാലകൃഷ്ണേട്ടൻ കുറെ നമ്മളെ മെമ്പർ ബാലകൃഷ്ണേട്ടൻ ഒപ്പിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആ കടലാസ്. ബാലകൃഷ്ണേട്ടനെ അവഹേളിക്കുന്ന പോലെ പോയി. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞത് മെമ്പർ ഒപ്പ് വേണമെന്നാണ്, അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചൊരു പേപ്പർ. അതിന്റെ ആവശ്യമില്ല, ശരിക്കും അതിന്റെ ഒരു ആവശ്യമില്ല. ശരിക്കും പറഞ്ഞതുകൊണ്ട് മാത്രം പോയി പ്രിൻസിപ്പൾ ഹെഡ് മാസ്റ്റർ പറഞ്ഞുകൊണ്ട് മാത്രം പോയിട്ട് ബാലകൃഷ്ണേട്ടനെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇതെല്ലാം എഴുതിപ്പിച്ചതാണ്, ലെറ്റർ എഴുതിപ്പിച്ചതാണ്. ബാലകൃഷ്ണേട്ടൻ ഇത് ആവശ്യമുണ്ടാ? ബാലകൃഷ്ണേട്ടൻ പറഞ്ഞു നിന്നെ അറിയുന്നില്ല, പിന്നെന്ത് കുഴപ്പം, നിന്റെ നാടന്നല്ലേ. പക്ഷെ അവിടത്തേക്ക് ലെറ്ററും തന്നിട്ട് ബാലകൃഷ്ണേട്ടൻ വിട്ടിട്ടാകുമ്പോ ബാലകൃഷ്ണേട്ടന്റെ ഒരു വിലയുണ്ട്. ആ വില ഞാൻ കളഞ്ഞതുപോലെ. അന്നേരം ബാലകൃഷ്ണേട്ടൻ ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബാലകൃഷ്ണൻ അന്നേരം പറ്റുന്ന എന്നോട് പറഞ്ഞു. ബാലകൃഷ്ണേട്ടൻ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേറെ ഗസറ്റഡ് ഓഫീസറെ അറ്റസ്റ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ തന്നെ ബാലകൃഷ്ണേട്ടൻ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് എന്നെ വിളിച്ചൂടെന്ന് പറഞ്ഞു. അന്നേരം എനിക്ക് വിളിക്കാൻ തോന്നിയിട്ടില്ല, നിങ്ങളെ വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് വിളിക്കാത്ത ബാലകൃഷ്ണേട്ടാ. അപ്പം നമ്മളിവിടെ വീഡിയോ നിർത്തുന്നു. എല്ലാവരും നമ്മളെ പുതിയൊരു ചാനലാണ്, നമ്മൾ യൂട്യൂബ് ചാനൽ പുതിയൊരു തുടങ്ങിയാണ്. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നമ്മൾ പുതിയ കളിയും ചിരിയും സന്തോഷവും സങ്കടവും എന്ന് പറയുന്ന ജീവിതം നിങ്ങളിലേക്ക് യൂട്യൂബിൽ നമ്മൾ കാണിച്ചു തരും. ഓക്കെ, അപ്പം ടാറ്റാ, ബൈ ബൈ. പുതിയ വീഡിയോയിൽ വരുന്നവരെ പിന്നെ കാണാം. ബൈ ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ബൈ ബൈ, ടാറ്റാ.